ചെറുകഥ. കൂടപ്പിറപ്പ്. ഞങ്ങളുടെ മോൻ്റെ വയസ്സാണ് ഞങ്ങളുടെ വീടിന്. അച്ഛനും അമ്മയും എല്ലാവരോടും പറഞ്ഞിരുന്ന വാക്കുകൾ. ഉണ്ണിപ്പാദങ്ങൾ പിച്ചവെച്ച മുറ്റത്ത്. പിന്നെ അവൻ്റെ 3 ചക്ര സൈക്കിളായി. പിന്നീട് 2 ചക്ര സൈക്കിളായി. പിന്നീട് അത് മോട്ടോർ ബൈക്കായി. വലിയ കാറായി. പിന്നെ അവശവാർദ്ധക്യത്താൽ അവൻ 2 ചക്ര കസേരയിലുമായി. അപ്പോഴേക്കും മക്കളൊഴികെ എല്ലാവരും അവൻ്റെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയിരുന്നു. മക്കളുടെ ഭരണപരിഷ്കാരത്തിൽ പഴമയുടെ പ്രതീകമായ വീട് ഇടിച്ചു നിരത്തിക്കളയാൻ തീരുമാനമായി. ഇതറിഞ്ഞതും അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. പക്ഷേ ആരോടും മിണ്ടിയില്ല. അല്ല, മിണ്ടിയാലും ആരും ഗൗനിക്കില്ല. അങ്ങനെ ആ നശിച്ച നാളെത്തി. അടുത്തുള്ള ബന്ധുവീടിൻ്റെ മുറ്റത്ത് എല്ലാവരും കാഴ്ചക്കാരായി. എൻ്റെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും ഭൂമിയിലേക്കുള്ള എൻ്റെ വരവിന് എനിക്കായി സമ്മാനിച്ച എൻ്റെ പ്രിയ ഭവനം ഇതാ നിമിഷങ്ങൾക്കുള്ളിൽ നാമാവശേഷമാവാൻ പോകുന്നു. ശൈശവ ബാല്യ കൗമാര യൗവനങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള നിമിഷങ്ങൾ ഒരു സിനിമയിലേതെന്ന പോലെ ശരവേഗത്തിൽ അവൻ്റെ ഉൾപ്പാളങ്ങളിലൂടെ ചൂളമടിച്ചു കടന്നുപോയി. അച്ഛനമ്മമാരുടെ വാത്സല്യ മുഖങ്ങൾ, പാതിയായവളുടെ സ്നേഹനിർഭരമായ പുഞ്ചിരിച്ച മുഖം, മക്കളുടെ വരവും അവരുടെ വളർച്ചയുടെ കൗതുകകരമായ ഓരോരോ ഘട്ടവും, പ്രിയരുടെ വേർപാടും, ഇതിനെല്ലാം തന്നോടൊപ്പം താങ്ങായും തണലായും നിന്ന തൻ്റെ എല്ലാമെല്ലാമായ വീടും ഇതാ മറ്റൊരു ഓർമ്മയാകാൻ പോകുന്നു. അവൻ്റെ ഹൃദയം അസഹ്യമായ വേദന കൊണ്ട് ഞെരുങ്ങി അമർന്നു. അതിഭയങ്കര ശബ്ദത്തോടെ JCBയുടെ ബലിഷ്ഠമായ വലിയ ഉരുക്കുകരം അവൻ്റെ വീടിനെ ഇടിച്ചു നിരത്തി. ആ നിമിഷം മക്കളും മരുമക്കളും അച്ഛനെ ഒന്ന് പാളി നോക്കി. മൂക്കിൽ നിന്ന് ചോര ഒഴുകി വേദനച്ചോപ്പിൽ തുറിച്ച കണ്ണുകളോടെയുള്ള ഒരു നിർജീവ ശരീരമാണ് ചക്രക്കസേരയിൽ അവർക്ക് പക്ഷെ കാണാനായത്. അവൻ്റെ വയസ്സുള്ള വീടിൻ്റെ മരണം കാണാൻ ത്രാണിയില്ലാതെ ആ പാവം അതിനു തൊട്ടു മുന്നേ വിടവാങ്ങി. എന്തായാലും അവൻ്റെ വയസ്സുള്ള അവൻ്റെ വീടും അവനും ഒരേ നാൾ തന്നെ അങ്ങനെ വയസ്സൊടുങ്ങി. അറിഞ്ഞെത്തിയ നാട്ടുകാരുടെ മനസ്സിൽ, വീട്ടുകാരുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു ഈ വാക്കുകൾ. ഞങ്ങളുടെ മോൻ്റെ വയസ്സാണ് ഞങ്ങളുടെ വീടിന്. അതെ, ഞങ്ങളുടെ മോൻ്റെ ആയുസ്സാണ് ഞങ്ങളുടെ വീടിന്. ആരോ 2 പേർ അങ്ങനെ പറയും പോലെ. അവൻ്റെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയുമല്ലേ ആ പറഞ്ഞത്? നന്ദി.